പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് നിന്ന് വെടിയുണ്ടകളുടെ ശബ്ദത്തിലേക്ക് ലോകം വഴിമാറുന്ന ഒരു ഭീകരമായ അവസ്ഥ. തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ ഇസ്രായേലിനെതിരെ നടത്തിയ പുതിയ ഭീഷണി വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയത്തിന്റെ ഇടിമുഴക്കമാണ്. നെതന്യാഹു ഈ കാലഘട്ടത്തിലെ ഹിറ്റ്ലർ ആണ് എന്ന് എർദോഗാൻ വിളിക്കുമ്പോൾ, അതിന് മറുപടിയായിട്ട് എർദോഗാൻ ഒരു പേപ്പർ ടൈഗർ ആണ് എന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ സമാധാനം എന്നത് വെറും ഒരു സ്വപ്നമായി മാറുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പരിശോധിക്കാം. നയതന്ത്ര ബന്ധങ്ങൾ പാടെ തകരുകയും പകരം സൈനിക ഭീഷണികൾ പരസ്യമായി മുഴങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കേവലം വാക്കുകൾക്കപ്പുറം ഈ സംഘർഷം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള എർദോഗാന്റെ സൈനിക ഭീഷണി വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളുടെ പ്രതിഫലനമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഈ കാലഘട്ടത്തിലെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തുർക്കി പുറത്തിറക്കിയ പ്രസ്താവന ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വിമർശനങ്ങളിൽ ഒന്നാണ്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന പേര് ലോക ചരിത്രത്തിൽ വംശഹത്യയുടെയും ക്രൂരതയുടെയും പര്യായമായിട്ടാണ് കാണപ്പെടുന്നത്. നെതന്യാഹുവിനെ ഹിറ്റ്ലറിനോട് കമ്പയർ ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികളെ ഒരു വംശഹത്യയായിട്ടാണ് അങ്കാറ, അതായത് തുർക്കി, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഗാസയിലെ യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 70,000 കവിഞ്ഞു എന്നത് ഈ ഒരു ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നു. ഇസ്രായേൽ ഒരു വിപുലീകരണ നയമാണ് സ്വീകരിക്കുന്നതെന്നും മേഖലയിലെ സമാധാന ചർച്ചകളെ മനഃപൂർവ്വം അട്ടിമറിക്കുകയാണ് എന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. നെതന്യാഹുവിന്റെ കൈകൾ ഈ കുഞ്ഞുങ്ങളുടെ രക്തത്താൽ കറ പുരണ്ടിരിക്കുകയാണ് എന്ന് തുർക്കി പാർലമെന്ററി സ്പീക്കർ തുറന്നടിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാകും വിധം തകർന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത്തവണത്തെ എർദോഗാന്റെ ഭീഷണി വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അദ്ദേഹം ഒരു കാര്യം ഓർമ്മിപ്പിച്ചു: ലിബിയയിലും നഗോർണോ കറാബാഖിലും തുർക്കി ഇടപെട്ട ചരിത്രം. ഒരു നേറ്റോ അംഗരാജ്യമായ തുർക്കി ഇസ്രായേലിനെതിരെ സൈനിക നീക്കം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. അർമേനിയ തർക്കത്തിൽ അസർബൈജാനെ വിജയിപ്പിക്കാൻ തുർക്കിയുടെ ഡ്രോണുകളും സൈനിക സാങ്കേതിക വിദ്യയും വലിയ പങ്കുവഹിച്ചു. അതുപോലെ ലിബിയയിലെ ആഭ്യന്തര യുദ്ധത്തിലും തുർക്കി നേരിട്ട് ഇടപെട്ടു. ഈ ചരിത്രപരമായ ഇടപെടലുകളെ മുൻനിർത്തിയാണ് ഇസ്രായേലിലേക്കും തങ്ങൾക്ക് കടക്കാൻ കഴിയുമെന്ന് എർദോഗാൻ അവകാശപ്പെടുന്നത്. നമ്മൾ ലിബിയയിൽ കയറിയതുപോലെ, കറബാഖിൽ കയറിയതുപോലെ ഇസ്രായേലിലും കയറുമെന്ന എർദോഗാന്റെ വാക്കുകൾ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഒരു നേറ്റോ അംഗരാജ്യം ഇസ്രായേലിനെതിരെ ഇത്തരമൊരു സൈനിക ഭീഷണി മുഴക്കുന്നത് ചരിത്രത്തിൽ അപൂർവമാണ്.